ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മീൻ പുളിമുളക് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതാ ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ പാർന്ന് ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടായി വരണം. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കുറച്ച് കുഞ്ഞുമത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞുമത്തിക്ക് കുറച്ച് വില കുറവാണെന്ന് തോന്നുന്നു അല്ലേ, 60 ഉറുപ്പ്യ അങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മീൻ നല്ല അടിപൊളി വറ്റിച്ച മീൻ കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെയും വെക്കാറുണ്ട്, അല്ലാതെ ഒരുമിച്ച് മുറിച്ചിട്ടിട്ട് അങ്ങനെയും വെക്കാറുണ്ട്. തക്കാളി ഒക്കെ മുറിച്ചിട്ടിട്ട് ഒപ്പരം തന്നെ, അല്ലാണ്ട് ഇങ്ങനെ വാട്ടിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ തന്നെ ആക്കാറ്. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വേണ്ടുന്ന തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ സാധാരണ നമ്മൾ ഉള്ളി, ചിലവർ ഉള്ളി ഇടും തോന്നുന്നല്ലേ, അപ്പോൾ ഞാൻ ഉള്ളി ഇടാറില്ല കേട്ടോ. കാരണം എൻ്റെ അമ്മയൊന്നും ഉള്ളി ഇടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉള്ളി ഇടാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉള്ളി ചെറിയൊരു മധുരം പോലെയല്ല, അതുകൊണ്ട് ഉള്ളി അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി വരാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ വാടിക്കിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വാടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ പുറത്തുനിന്ന് അടുപ്പിലാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. നല്ല കല്ലിൻ്റെ അടുപ്പൊക്കെ ആക്കിയിട്ട് ഒന്നാമത് വീടിന് പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ പുറത്തുനിന്നാണ് കറി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ എല്ലാ കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ ആ കൈപ്പുണ്യൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് പുഴമത്സ്യം ആയാലും മീനായാലും ഇറച്ചിയൊക്കെ നന്നായിട്ട് വെക്കുന്ന കൂട്ടത്തിലാട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോസ് ഒന്ന് മുഴുവനായിട്ട് കാണുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ട് കത്തിച്ച് വെക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് കയ്യിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇതാ ഇളക്കിയെടുക്കുക. പിന്നെ പുളി ഞാൻ നേരത്തെ പുതിർത്തിട്ട് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയൊന്നും ഒരുപാടൊന്നും വേണ്ട, കുറച്ചേ വേണ്ടൂ. കാരണം തക്കാളിക്കുള്ള പുളിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പുളിവെള്ളം ആക്കി വെച്ചിട്ട് നന്നായിട്ടത് ഇതാക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് വെള്ളമാക്കിയിട്ടൊന്നുമല്ല കേട്ടോ ആക്കുന്നത്, വറ്റിച്ച പുളിമുളകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വെള്ളമൊന്നും വാരുന്നില്ല, കുറച്ചേ വാരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആവശ്യത്തിന്. ഇനി എന്ത് ചെയ്യണോ, ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കത്തുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ചെറിയ ചട്ടിയിലാട്ടോ, അടുപ്പ് വലിയ അടുപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതാ മീൻ കറിയുടെ ഗ്രേവി ഇതാ ഇവിടെ നന്നായിട്ട് കണ്ടില്ലേ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, മുറിച്ച് പെരക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ. അപ്പോൾ ഇതിൽ എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസൃതം എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ എല്ലാം ആദ്യമേ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മത്സ്യക്കറി ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ പിന്നെ ഇതൊക്കെ ആദ്യം ഇട്ടതുകൊണ്ട് പിന്നെ ആദ്യം ഇനി വേറെ തന്നെ ഒഴിക്കുന്നൊന്നുമില്ല. കാരണം പിന്നെ അധികം എണ്ണ നല്ലതല്ലല്ലോ, മുകളിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും എണ്ണ. അപ്പോൾ ആർക്കായാലും അത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വറ്റിച്ച പുളിമുളക്, മീൻ പുളിമുളക് കേട്ടോ. മത്തിക്ക് ചില സ്ഥലങ്ങളിൽ പല പേരിലാണെന്ന് തോന്നുന്നു അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല റേഷൻ അരി ചോറൊക്കെ പെരക്കി തിന്നാൻ പറ്റിയ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ.